തൻ്റെ പൊന്നാര മകൾക്ക് 18 വയസ്സ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ വീടുകൾ മുത്തുനബി കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആലോചനകളൊക്കെ കടന്നു വന്നു. ഒരുപാട് സമ്പന്നന്മാർ വന്നു, ഒരാളെയും പരിഗണിച്ചില്ല. ഒരുപാട് വലിയ വലിയ സഹാബത്ത്, ഉമർ തങ്ങൾ ഉൾപ്പെടെ, അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെ മുത്തുനബിയോട് ചോദിച്ചു, ഫാത്തിമയെ കല്യാണം കഴിച്ചു തരുവോ നബിയെ? ഇല്ല, മുത്തുനബി അനുവദിച്ചില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ സമ്മതം കൊടുത്തില്ല. പിന്നെ ആരെയാ മുത്തുനബി തിരഞ്ഞെടുത്തത്? മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾക്ക് 21 വയസ്സായി. അലിയാർ തങ്ങൾക്ക്, ഫാത്തിമ ബീവിക്ക് 18 വയസ്സ്, അലിയാർ തങ്ങൾക്ക് 21 വയസ്സ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ചെറുപ്പക്കാർ പറയുന്നു, ഉസ്താദെ ഒന്ന് ഉറക്കപ്പറ വയസ്സ്, എൻ്റെ വാപ്പ ഒന്ന് കേൾക്കട്ടെ എന്ന്. മാറ്റിവെക്കരുത്. ഒന്ന് നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം നിസ്കരിച്ചോണം. നിസ്കരിക്കണമെന്ന് തോന്നിയ അപ്പം തന്നെ നിസ്കരിച്ചു വെക്കണം. പിന്നത്തേക്കോ മാറ്റിവെച്ചാൽ നടക്കോ? സുബഹിക്ക് ബാങ്ക് വിളിച്ചു, അപ്പോഴേ അള്ളാഹ് അരമണിക്കൂറുണ്ടല്ലോ, ഒരു 10 മിനിറ്റും കൂടെ ഉറങ്ങും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകും, സുബഹി പോയിട്ടും ഉണ്ടാകും. 2 വീട്ടിലാരെങ്കിലും മരിച്ചു, മയ്യത്ത് കൊണ്ടുപോയി പെട്ടെന്ന് കാണിക്കേണ്ടവരെ കാണിച്ചോണം, കൊണ്ടുപോയി ഖബറടക്കണം. വെച്ചുകൊണ്ടിരുന്ന നാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 പെമ്മക്കൾക്ക് പ്രായപൂർത്തിയായി. ആഗ്രഹം, മക്കൾക്കൊക്കെ പ്രായപൂർത്തിയായി, അവർക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് ബസ് സ്റ്റോപ്പിലും സ്കൂളിൻ്റെ മുന്നിലും ട്യൂട്ടോറിയുടെ മുന്നിലും മക്കൾ ബൈക്കിൽ കറങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരിമാരോട് തൻ്റെ പ്രായപൂർത്തിയായ പൊന്നുമോള് ബാത്റൂമിൽ കയറിയിട്ട് മൂളിപ്പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടുത്തായിട്ട് മോളിങ്ങനെ ബാത്റൂമിൽ കയറി പാട്ട് പാടുന്നുണ്ട്, അമിതമായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലെ മൊബൈലിൽ മിസ് കോൾ വരുന്നുണ്ട്. അലാറം വെക്കാൻ വേണ്ടി രാത്രി ഫോൺ വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള ചില അലാമത്തുകളുണ്ട്. അത് കിതാബിലൊന്നും കാണൂല, അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണല്ലോ. പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ. നിങ്ങളും ചോറൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, മോക്ക് കല്യാണം കഴിക്കാൻ സമയമായെന്ന്. പെട്ടെന്ന് കെട്ടിച്ച് വിട്ടാൽ ഭാഗ്യം ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അലിയാർ തങ്ങൾക്ക് 21 വയസ്സായി. അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പൊന്നാര മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങൾക്ക് വലിയ ഇഷ്ടമാ. 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ വന്നത് അലിയാർ തങ്ങൾ. ഇനി ചെറുപ്പക്കാർ പറയും, കേട്ടോടി, അലിയാർ തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചാൽ കെട്ടിയെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ കാമുകിയോട്. അങ്ങനൊന്നുമില്ല. ഫാത്തിമ ബീവിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം മുത്തുനബിയുടെ മകളായതുകൊണ്ട്. അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വല്ലാത്ത ഇഷ്ടമാ. അങ്ങനെ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നോ? പടച്ചവനെ, അലിയാർ തങ്ങൾ ഇത് കേട്ടതും അലിയാർ തങ്ങൾ തീരുമാനിച്ചു, പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് ചോദിക്കണം, ഫാത്തിമ ബീവിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അങ്ങനെ ചോദിക്കണമെന്ന് കരുതിയിട്ട് അലിയാർ തങ്ങൾ അങ്ങോട്ട് നടക്കാം. ഇതിങ്ങനെ ചിന്തിച്ചോണ്ടാണ് നടന്നത്. പക്ഷെ നേരെ പോയി കയറിയത് മുത്തുനബിയുടെ വീടിൻ്റെ മുന്നിലായിപ്പോയി. അലിയാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്ന് നേരെ പോയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലാണ്. അള്ളാൻ്റെ റസൂല് ചെന്തേലിയെ ഇപ്പോൾ വന്ന് പേടിച്ചു പോയി, ഒന്നുമില്ല നബിയെ. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കണ്ടപ്പോൾ അലിയാർ തങ്ങളുടെ മുട്ടിടിക്കാൻ തുടങ്ങി. എന്തേ അലിയ വന്നേ? ഒന്നുമില്ല നബിയെ. എൻ്റെ അലിയ നീ വന്നേ? ഒന്നുമില്ല നബിയെ. പക്ഷെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം അലിയാർ വന്നത് എന്തിനാ. അലിയാർ തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകന് നല്ലതുപോലെ അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ, ഫാത്തിമയെ കല്യാണം കഴിച്ചൂടെ? എൻ്റെ മോള് ഫാത്തിമയെ നീ വിവാഹം കഴിക്കുവോ? സുബ്ഹാനല്ലാഹ്. അലിയാർ തങ്ങളുടെ മനസ്സിലൊരു 10 ലഡു ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാകും. അത്രയ്ക്ക് സന്തോഷം. കാരണം മുത്തുനബിയുടെ പൊന്നുമോളല്ലേ. അലിയാർ തങ്ങൾ ഇങ്ങനെ തലകുലുക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2ാമത്തെ ചോദ്യം, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്. അലിയാർ തങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച 2ാമത്തെ ചോദ്യം, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? പെണ്ണ് കാണാൻ പോകുമ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു മലക്കുണ്ട്. നാവെടുത്ത സത്യം മാത്രമല്ല കള്ള പറയൂ. എന്താ വെച്ചാൽ പറയും, അത് അറബിക്കടലിൽ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്, ദുബൈയിൽ അത് ഷെയ്ഖിൻ്റെ വീട് വേണ്ടത്, ആ കള്ളത്തരം പറയും. പക്ഷെ അലിയാർ തങ്ങൾ കള്ള ഒന്നും പറഞ്ഞില്ല. നബിയെ, എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. എൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല, ഒന്നുമില്ല നബിയെ.
നിങ്ങൾ നല്ലതുപോലെ കേൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ബദറിൽ പോകുമ്പോൾ ഞാൻ നിനക്കൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, എവിടെ? വീട്ടിലിരിക്കുന്നുണ്ട് നബിയെ. അലിയെ, വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹമൊക്കെ കിട്ടും നബിയെ. എന്നാ കൊണ്ട് വിറ്റിട്ട് വാ, വിറ്റിട്ട് വാ പൈസയുമായി. ആലിയാർ തങ്ങൾ PT ഉഷ ഓടുന്നതിനേക്കാളും ഓട്ടവാ, വല്ലാത്ത ഓട്ടം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അള്ളാഹുബെ പടയെങ്കിലും എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് വിൽക്കാൻ നിൽക്കുകയാ. അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്പളയാ. എൻ്റെ അലി എവിടെ നിൽക്കണേ? നിങ്ങൾ അറിഞ്ഞാൽ എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച്. ഫാത്തിമായി എൻ്റെയും കല്യാണം, ഫാത്തിമ ബീവിയുടെ കല്യാണം ഉറപ്പിച്ചു. മഹർ വാങ്ങാൻ പൈസ ഇല്ലാത്തത് കാരണം ഈ പടയെങ്കിൽ വിൽക്കാൻ പറഞ്ഞു വിട്ടതാ മുത്തുനബി. ഫാത്തിമ അലിയാർ തങ്ങളോട് ചോദിച്ചു, ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എത്ര രൂപ വേണം? 400 ദിർഹം കിട്ടിയാൽ ഞാൻ കൊടുക്കും. എന്നാ പിടിച്ചോ. കയ്യിൽ കൊടുത്തു, ദിർഹം കൊടുത്തു, പടയെങ്കി വാങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ വലിയ യോദ്ധാവല്ലേ അലിയെ, ഈ പ്രായം ചെന്ന എനിക്കെന്തിനാ പടയെങ്കി, ഇത് നീ തന്നെ വെച്ചോ. രണ്ടും കൈ കൊടുത്തു. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഓടി മുത്തുനബിയുടെ മുന്നിൽ ചെന്നു. 400 ദിർഹം കൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. തമാശയ്ക്ക് പറയുകയല്ല വാപ്പമാരെ, നല്ലതുപോലെ നിങ്ങൾ കേൾക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ, വലീമ കൊടുക്കണ്ടേ? നിക്കാഹ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണ്ടേ? അലിയാർ തങ്ങൾ പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിലൊന്നുമില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്, അലിക്ക് ഞാൻ വെറുതെ കൊടുത്തേക്കാം. എൻ്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്, ആ ആട് ഞാൻ അലിക്ക് കൊടുത്തേക്കാം നബിയെ. 3 സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് കുറച്ച് ഗോതമ്പ് മാവിരിക്കുന്നുണ്ട് നബിയേ, അതലിയാര് തങ്ങൾക്ക് ഞങ്ങൾ വെറുതെ കൊടുത്തേക്കാ. എൻ്റെ പ്രിയമുള്ളവരെ, സഅദ് തങ്ങൾ ഒരാടിനെ കൊടുത്തു. സ്വഹാബികൾ അവിടെ നിന്ന് ഗോതമ്പ് മാവ് കൊടുത്തു. ആരുടെ വിവാഹമാണ് നടത്തുന്നതെന്ന് നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കല്യാണമാണ്. മുത്തുനബിയുടെ പൊന്നാര മകളുടെ നിക്കാഹാണ്. സ്വർഗത്തിന്റെ റാണിയുടെ കല്യാണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിരിവെടുത്ത് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എത്ര ഭക്ഷണം വേണമെങ്കിലും കൊടുത്തോ, എത്ര പവൻ വേണമെങ്കിലും കൊടുത്തോ, ഓടിയ കാറ് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോ, ലക്ഷങ്ങളുടെ വിലയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തിക്കോ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത ചിലവുകളുണ്ടല്ലോ, ഒരുപാട് അനാമത്തായ ചിലവുകളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണേ സഹോദരാ, അതൊക്കെ ഒഴിവാക്കണേ സഹോദരാ. ഇങ്ങനെയാണ് അവിടുന്ന് അല്ലാഹുവേ തന്റെ പൊന്നാര മകളുടെ നിക്കാഹ് അവിടുന്ന് ഉറപ്പിച്ചു. അതാ അലിയാർ തങ്ങൾക്ക് പടച്ചവനെ സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും എല്ലാവരും കൂടെ അലിയാർ തങ്ങൾക്ക് ഒരു ഈന്തപ്പന ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടൊരു റൂമുണ്ടാക്കി. പടച്ചവനെ എല്ലാവരും കൂടെ ഒരു വീട് വെച്ചു കൊടുത്തു. അങ്ങനെ ഫാത്തിമയുടെയും അലിയാർ തങ്ങളുടെയും കല്യാണം കഴിഞ്ഞു. മുത്തുനബി വളർത്തിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ മണിയറക്കകത്ത് കടന്നു പോവുകയാ. ഉമ്മമാരേ, വാപ്പമാരേ, പെമ്മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ. അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ വളർത്തി പഠിപ്പിച്ചത് എന്തെന്നറിയുമോ? അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഭർത്താവിന്റെ കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറക്കകത്ത് കയറി. അലിയാർ നിങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. വീടിന്റെ കവാടമടച്ചു. അലിയാർ തങ്ങൾ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്ന് അണയ്ക്കുകയാണ്. വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്ക് പെട്ടെന്ന് അണയ്ക്കുകയാ. മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു, വല്ലാത്ത ഇരുട്ട് വന്നു. കുറച്ച് കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ,
അതിരാത്രിയിൽ മണിയറക്കകത്തൊരു തേങ്ങല കേൾക്കുകയാണ്, ഒരു കരച്ചൊലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അലിയാർ തങ്ങൾ ഓടിച്ചെല്ലുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് അല്ലാഹുവേ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീബിയോട് കരമെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി പറയുന്ന, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് ഈ മദീനയിലുണ്ടോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അലിയേ. പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? ഈ റൂമിന്റെ അകത്തിരുന്നിട്ട് കരയുന്നത് എന്തിനാണ്? ഈ ആദിരാത്രി ഇരുന്ന് കരയുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ റസൂലുള്ള വളർത്തിയ പൊന്നുമോള് പറയുകയാ, അലിയേ, ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എല്ലാവരും കൂടെ എന്നെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളായിരിക്കുമല്ലോ അലിയേ. ഈ വിശാലമുള്ള റൂമിന്റെ അകത്ത് ഇരുട്ട് വന്നപ്പോഴേ എനിക്ക് താങ്ങാ കഴിയുന്നില്ല. അല്ലാഹുവേ, കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളല്ലേ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ, അതിനകത്ത് പാമ്പുകളല്ലേ, അതിനകത്ത് തേളുകളല്ലേ. ആ കബറ് ഞെരിക്കില്ലേ അലിയേ? അതിനകത്ത് മണ്ണല്ലേ അലിയേ? അതിനകത്ത് ഫാത്തിമ ഒറ്റയ്ക്കല്ലേ അലിയേ? അവിടന്ന് പൊട്ടിക്കരന്നുകൊണ്ട് കബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അലിയാർ തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രിയാ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയല്ലേ. ഈ മണിയറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വളർത്തിയ മകള് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ലോ. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ ഒരുക്കേണ്ടത്. ആ കബറിന്റെ അകത്ത് വരുന്ന മലക്കുകളാണ് പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഈ കബറിന്റെ അകത്ത് കിടന്നുറങ്ങടാ എന്ന് മലക്കുകളല്ലേ പറയേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി മണിയറയ്ക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവിനെ കരയിപ്പിക്കുകയാ. എന്നിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, ഇന്ന് രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാ, നമുക്കൊരുമിച്ച് ഖുർആൻ ഓതാ, നമുക്കൊരുമിച്ചിരുന്ന് തൗബ ചെയ്യാ. ഇന്നത്തെ രാത്രി മുഴുവനും അള്ളാഹിന് വേണ്ടി മാറ്റിവെക്കാ, മണ്ണറ മണിയറയാക്കാ മാറ്റിവെക്കാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തി നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. എടാ ചെറുപ്പക്കാരാ, ഇതൊന്നും കഥയല്ലടാ, ഇതൊന്നും ആരെങ്കിലും എഴുതി വെച്ച കള്ളക്കഥയല്ല, ഇതൊക്കെയാടാ സത്യം. എടാ, ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് സാലിഹത്തായ ഒരു പെണ്ണിനെയാടാ. ഹൃദയത്തിൽ പടച്ചറപ്പിനെ കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെയാ. റോഡിൽ കയ്യതാ ഫോൺ നമ്പർ തരാനും വിളിച്ചാൽ ഇറങ്ങി വരാനും 100 കണക്കിന് സുന്ദരികളെ കിട്ടുമടാ. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ
കിട്ടണമെങ്കിൽ അതിനൊരു യോഗം വേണമടാ, അതിനൊരു ഭാഗ്യം വേണമടാ. അള്ളാനെ പേടിയുള്ള പെണ്ണിനെ കിട്ടിയ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യ വിളിക്കുന്നു, ഇക്കാ ആഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയോ. അവസാന പാതിരാത്രി മണിയറയ്ക്കകത്ത് കയറി ചെല്ലുന്ന ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഇക്കാ എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അള്ളാഹു നിങ്ങൾക്ക് ഭാര്യയായി നൽകിയല്ലോ, നിങ്ങളെപ്പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് അള്ളാഹു നൽകിയല്ലോ, അതിന് നന്ദി രേഖപ്പെടുത്തണ്ട്, അതിന് ശുക്ർ ചെയ്യണ്ട്. അതുകൊണ്ട് ഇക്ക പോയി ഉളുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് നന്ദിയുടെ നിസ്കാരം, ശുക്റിന്റെ 2 റക്അത്ത് നമസ്കാരം മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിക്കാമിക്കാ. ദീനുള്ള പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഭർത്താവ് ഉളുവെടുത്തിട്ട് വന്നു. ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിയുമ്പോ പുതിയ പെണ്ണ് പറയുന്നു, ഇക്കാ ഇന്ന് വരെ നമ്മൾ ഒരുപാട് പാപം ചെയ്തവരാ, ഇന്ന് മുതൽ പുതിയ ജീവിതം തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് തൗബ ചെയ്യാ. ഇക്ക ദുആ ചെയ്യൂ, എന്റെ പാപം കൂടെ പൊറുക്കാൻ ദുആ ചെയ്യൂ. അങ്ങനെ ഭർത്താവ് മണിയറയ്ക്കകത്തിരുന്നിട്ട് തൗബ ചെയ്യുകയാണ്. ഭാര്യ പുറകിലിരുന്ന് ആമീൻ, അല്ലാഹുവേ ഞങ്ങളുടെ 2 പേരുടെയും പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. മണിയറയുടെ രാത്രി ഭർത്താവ് ദുആ ചെയ്യുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്ന് ആമീൻ പറയുകയാണ്. അങ്ങനെ തൗബ ചെയ്ത് കഴിഞ്ഞു. ഭാര്യ പറയുന്നു, ഇക്കാ എന്റെ തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യൂ. ഒരു ഭാര്യയുടെ തലയിൽ ഭർത്താവ് തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. ഭർത്താവ് പറയുന്നു, എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞു തരാബിക്കാ, ഞാൻ പഠിച്ചിട്ടുണ്ട്, ആ ദുആ എനിക്കറിയാ, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞാ മതി. അങ്ങനെ ഭാര്യ തന്നെ ഭർത്താവിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. അത് തലയിൽ കൈവച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് 2 പേരും കിടപ്പറയിൽ കിടന്നു. അവസാനം വെളുപ്പാങ്കാലത്ത് 4 മണിയാകുമ്പോ എല്ലാ ദിവസവും നമസ്കരിക്കാൻ എഴുന്നേറ്റിരുന്ന പെണ്ണുണ്ടല്ലോ, അവള് 4 മണിക്ക് എഴുന്നേക്കുകയാ. എന്നിട്ട് റബ്ബേ ചാരത്ത് കിടക്കുന്ന പുതിയ പിളയ വിളിക്കുന്നു, ഇക്കാ എഴുന്നേക്കാ, ബാങ്ക് വിളിക്കാ സമയമായിക്കോ, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കണ്ട്. പെണ്ണെ എനിക്കിന്ന് വല്ലാത്ത ക്ഷീണമാണ്, ഞാൻ കിടന്നുറങ്ങട്ട്. ഇല്ലയിക്കാ, ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷേ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്റെ ഇക്ക നമസ്കരിച്ചേ പറ്റൂ. കല്യാണ പെണ്ണ് ഭർത്താവിന്റെ കാലിൽ പിടിച്ച് കരയുകയാണ്. കല്യാണ പെണ്ണ് ഭർത്താവിന്റെ കാലിൽ പിടിച്ച് കരയുകയാ. എഴുന്നേക്കുക. അവിടെ നിന്ന് വിളിച്ചുണർത്തി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, ഒളുവെടുപ്പിച്ചു. അല്ലാഹുവേ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് ഉപ്പാ ഇതുപോലെയാണ് മക്കളെ വളർത്തി കൊടുക്കാറ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ വാപ്പയും ഉമ്മയും പഠിക്ക്. മണിയറയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് കടന്നത് എവിടെയെന്നറിയുമോ? ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരുന്ന ഒരു കുടില്, അതിനകത്ത് തറയിൽ ചരൽക്കല്ലാടാ, കട്ടിലോ മെത്തയോ വിരിക്കാനൊരു വിരിപ്പ് പോലും ഇല്ലായിരുന്നു. അവർ 2 പേരും കടന്നത് എന്തിന്റെ മുകളിലെന്നറിയുമോ? അലിയാര് തങ്ങൾ പറയുകയാണ്, അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ വീട്ടിലൊരു ആടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും കിടന്നുറങ്ങിയത് ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരു ആടിന്റെ തോല്.
ഒരാടിൻ്റെ തോല്, ആ ആടിൻ്റെ തോല് വിരിച്ചിട്ട് ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും അതിൻ്റെ മുകളിലാ കിടന്നുറങ്ങിയത്. ഒരാടിൻ്റെ തോലിൻ്റെ വലുപ്പം നീ ഒന്ന് ചിന്തിക്കുവാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അലിയാര് തങ്ങളും കൂടെ ആടിൻ്റെ തോലിൻ്റെ മുകളിൽ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും. രാവിലെ ആയ ആ തോലെടുത്തു കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കും. അലിയാര് തങ്ങളുടെ വീട്ടിലൊരു കുതിരയുണ്ട്, ആ കുതിരയുടെ മുന്നിൽ കൊണ്ടുപോയി ഈ തോല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ കുതിരയ്ക്ക് തീറ്റിയിട്ട് കൊടുക്കണേ, അതിൻ്റെ മുകളിൽ ആ തീറ്റിയിട്ട് കൊടുക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയായാൽ അത് കഴുകി രണ്ടുപേരും കിടന്നുറങ്ങും. രാവിലെയായ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവച്ച് കൊടുക്കും. അതായിരുന്നു ജീവിതം, അതായിരുന്നു ജീവിതം. അടിയില്ല, വഴക്കില്ല, ബഹളമില്ല, പ്രശ്നങ്ങളില്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരളിൻ്റെ കഷ്ടമാ പൊന്നുമോള് ഫാത്തിമ. ആ പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി. തൻ്റെ പൊന്നാര മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ വാപ്പാനെ കണ്ടതും ഫാത്തിമ കരയാൻ തുടങ്ങി. വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. മുത്തുനബി ചോദിച്ചു, എന്തേ മോളെ ഫാത്തിമ കരയണേ? ഉപ്പാടെ മോളെന്തിനാ കരയണേ? ഉപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി ഉപ്പാ, പട്ടിണിയാ ഉപ്പ ഇവിടെ. അപ്പാ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി ഞാൻ പട്ടിണി. ഉപ്പാൻ്റെ മോള് പട്ടിണിയാ. അള്ളാൻ്റെ റസൂല് വാരി കെട്ടിക്കോ പോകാന്ന് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ അങ്ങനെയാണല്ലോ, വാരി കെട്ടി പൊക്കോളാൻ പറയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നുമോള് പറഞ്ഞു, പാ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി ഞാൻ പട്ടിണിയാ, മോളിങ്ങ് വാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്ത് പിടിച്ചിട്ട് വാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, വലിയ അബീക അർബഉ, മോള് 3 ദിവസമായിട്ടല്ലേ വല്ലതും കഴിച്ചിട്ട്, വാപ്പ 4 ദിവസമായിട്ട് പട്ടിണിയാ മോളെ. മുത്തുനബി തൻ്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുക, വാപ്പ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. ഫാത്തിമ കരയ. ഞാൻ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ അല്ലാ, എൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു പോയല്ലോ അല്ലാ, ഫാത്തിമ കരയുകയാ. അതായിരുന്നു അവരുടെ തമ്മിലുള്ള ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചു വഫാത്തിൻ്റെ വേളയിൽ കിടക്കുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന മകള് കാണാൻ വന്നു. ഉപ്പാൻ്റെ കിടപ്പ് കണ്ടിട്ട് കരയാ. ഉപ്പ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് കരയുമ്പോൾ അടുത്ത് വിളിച്ചു, ആ മോളെ. അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു, മോള് കരയരുത്, ഉപ്പാടെ മരണമെടുത്തു, പല അടയാളങ്ങളും കണ്ടു, അതുകൊണ്ട് വാപ്പ പോകാൻ, എൻ്റെ മോള് കരയരുത് കേട്ടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഫാത്തിമ വല്ലാതെ നിലവിളിച്ചു. തൻ്റെ വാപ്പാടെ മരണമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീബി പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. ഇനി വാ മോളെ. രണ്ടാമതും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോള് കരയണ്ട, ഉപ്പാടെ തൊട്ട് പുറകിൽ മോളാ അടുത്തത്. വാപ്പ പോയാ പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കണത് നീയാ മോളെ. മോളെന്തിനാ കരയണേ? ഫാത്തിമ ചിരിക്കുക. മരണം പറഞ്ഞപ്പോഴും ചിരിച്ചു മക്കളെ, മരണം പറഞ്ഞപ്പോഴും ഫാത്തിമ ചിരിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് വട്ടം ചോദിച്ചു, എന്താ ഫാത്തിമ നീ ചിരിക്കാനുള്ള കാരണം? ഞാൻ പറയൂല, എൻ്റെ ഉപ്പ എനിക്ക് പറഞ്ഞെന്ന രഹസ്യമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിയില്ല, വഴക്കില്ല, ബഹളമില്ല. അവസാനം ഇവർ രണ്ടുപേരും ഒരുപാട് വർഷക്കാലം ജീവിച്ചു. പെങ്ങളെ പഠിക്ക്, സിനിമാ കഥയും സീരിയൽ കഥയുമല്ല, ഇവർ രണ്ടുപേരും അടിയും വഴക്കുമില്ലാതെ ഒരുപാട് കാലം ജീവിച്ചു. അവസാനം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാ, പിരിയാൻ കഴിയാതെ. അവസാനം ഫാത്തിമ ബീബി അലിയാര് തങ്ങളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ പകല് കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. അതെന്തേ ഫാത്തിമ രാത്രി കബറടക്കാൻ പറയാനുള്ള കാരണം? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എൻ്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല, എൻ്റെ ഔറത്ത് ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് പൊതിയുന്നതും എൻ്റെ മയ്യത്ത് ചുമക്കുന്നതും എൻ്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യ പുരുഷന്മാരാ അലിയെ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ മയ്യത്ത് ചുമക്കുമ്പോൾ കബറിൽ ഇറക്കി വെക്കുമ്പോൾ പകലാണെങ്കിൽ അന്യ പുരുഷന്മാർ എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ. എനിക്കിഷ്ടമല്ലത്. എൻ്റെ ശരീരത്തിൻ്റെ വടിവ് പോലും ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അതായിരുന്നു ഫാത്തിമ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. രാത്രി തൻ്റെ വീടിൻ്റെ അകത്ത് വന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാര് തങ്ങൾ കരയുക. കാരണം ഫാത്തിമ ഇല്ലാത്ത 1ാമത്തെ രാത്രി.
സഹോദര, നമുക്കൊന്നും നമ്മുടെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ വിലയറിയില്ല. നമുക്ക് നമ്മുടെ ഭാര്യയുടെ വിലയറിയില്ല. അല്ലാഹുവേ പടച്ചവനെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് കിടന്ന് ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരിയെപ്പോലെ കിടന്ന് കഷ്ടപ്പെടുമല്ലോ സഹോദര. നിനക്ക് വെച്ച് തരണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ എല്ലാവർക്കും വെച്ച് വിളമ്പണം, വസ്ത്രം കഴുകണം, വീട് തൂത്തുവാരണം. അല്ലാഹുവേ, രാവിലെ വെളുപ്പാങ്കാലം മുതൽ പാതിരാത്രി 9 മണി വരെ കിടന്ന് എത്ര കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്ക് ആ പാവത്തിനോട് പറയാറില്ല. എന്നിട്ടും അവളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവളുടെ വില നിനക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. ആ ഭാര്യ 2 മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് അവളുടെ പണി നോക്കി പോകുമ്പോഴേ നിനക്കതിൻ്റെ വിലയറിയൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നാര മകളുടെ ഇല്ലാത്ത വീടിൻ്റെ അകത്തിരുന്നിട്ട്, ഫാത്തിമ ബീബി ഇല്ലാത്ത വീടിൻ്റെ അകത്ത് കിടന്നിട്ട് അലിയാര് തങ്ങൾ ഉറക്കമില്ല. എഴുന്നേറ്റ് കള്ളിഷാഫി പോയില്ല, എഴുന്നേറ്റ് ഓടി. അലിയാര് തങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. ഓടിച്ചെന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിൻ്റെ ചാരത്താ, ജന്നത്തിൽ ബഖീൽ. തൻ്റെ ഫാത്തിമയുടെ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്നിട്ട് അലിയാര് തങ്ങൾ അസ്സലാമു അലൈക്കി യാ ഫാത്തിമ, ഫാത്തിമ ബീബിയോട് സലാം വിളിച്ചു. അവിടെ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ ചാരത്ത് പോയിരുന്ന് സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നോട് പിണങ്ങിയോ ഫാത്തിമ? എന്തേ നീ എൻ്റെ സലാം അടക്കാത്തത്? മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന, കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങൾ തൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ ചാരത്ത് 1ാമത്തെ രാത്രി പോയിരുന്നിട്ട് ചോദിക്ക, എന്തേ ഫാത്തിമ നീ എൻ്റെ സലാം അടക്കാത്ത? എന്നെ മറന്നു ഫാത്തിമ? വീണ്ടും സലാം പറഞ്ഞു, സലാം മടക്കണില്ല. അലിയാര് തങ്ങൾ ചോദിക്കുക, എന്തേ നീ എന്നോട് പിണങ്ങേ? മടക്കു ഫാത്തിമ, എന്നെ മറന്നു പോകല്ലേ ഫാത്തിമ. 2ാമതും സലാം പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോൾ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയുടെ ഖബറിൻ്റെ മുകളിൽ കൈവച്ചിട്ട് ആ ഖബറിനോട് ചോദിച്ചു, അലിയാര് തങ്ങൾ ഖബറെ, എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്താ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? എൻ്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിൻ്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കയറി വന്ന എന്നോട് ഖബറിനെക്കുറിച്ച്, ഖബറിൻ്റെ ഏകാന്തതയെക്കുറിച്ച്, ഖബറിൻ്റെ ഞെരുക്കത്തെക്കുറിച്ച്, ഖബറിൻ്റെ അദാബിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എൻ്റെ ഭാര്യ. എൻ്റെ മണിയറയിലിരുത്തിയിട്ട് ഈ മണ്ണറ മണിയറയാക്കാൻ മുസല്ല വിരിച്ചിട്ട് നിസ്കരിപ്പിച്ചവളാ ഫാത്തിമ. ആ ഫാത്തിമയാണ് നിന്റെ വയറിൻ്റെ അകത്ത് കിടക്കുന്നത്, ഈ ഖബറിൻ്റെ അകത്ത് കിടക്കുന്നത്. എൻ്റെ ഫാത്തിമയുടെ വിശേഷമെന്ത് എന്ന് ഖബറിൻ്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതമെന്ന് പറയുന്നത് ഇതിനാ മക്കളെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതുപോലെ വേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ. ഇതുപോലെ നിങ്ങളുടെ പെൺമക്കളെ വളർത്തി നല്ല നിലയിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്ക്. അള്ളാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരെല്ലാം തൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ, അള്ളാഹുവേ അവർക്ക് നീ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പെൺമക്കളുള്ളവർ അള്ളാഹുവേ ഈ പറയുന്ന രീതിയിൽ അവരുടെ പെൺമക്കളെ വളർത്താൻ, ഇസ്ലാം പറയുന്ന രീതിയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഈ മാതാപിതാക്കൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പെൺമക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർ, മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാ. കരുണക്കടലായ അല്ലാ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പെൺമക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ട് പടച്ചവനെ. കരുണക്കടലായ അല്ലാ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ ബറക്കത്ത് കൊണ്ട് ആ പാവപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണുനീര് നീ ഒപ്പണേ റഹ്മാനെ. ഏത് ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലാ, ആ പാവങ്ങൾക്ക് നീ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ റഹ്മാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 5 വിഭാഗത്തിൽ ഒരു വിഭാഗം ഇവരാണ്. അള്ളാഹു ഈ കേട്ട കാര്യം ജീവിതത്തിൽ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹീമായ കരുണക്കടലായ ദയാലുവായ അള്ളാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായ അമല ഇനി സ്വീകരിക്കണേ പടച്ചോനെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റഹ്മാനെ.
അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ പടച്ചവനെ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ, നീ പുറത്തുതാ അല്ലാ. കടലിൻ്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ റഹ്മാനെ. നീ പറഞ്ഞല്ലോ നിന്നോട് ഏറ്റുപറഞ്ഞാ പുറത്തു തരാമെന്ന്. അള്ളാഹുവെ, തൗബ ചെയ്യുന്നവരെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിൻ്റെ അകത്ത, ഞങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയില്ല. നീ അവരോട് കരുണ കാണിക്കണ പടച്ചവനെ. അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകണേ തമ്പുരാനെ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾക്ക് അടിമകളാ. അള്ളാഹുവെ, നീ ശിഫ നൽകണേ അല്ലാ. അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. ഭാര്യയും മക്കളും ബന്ധുക്കളും അള്ളാഹുവേ, ഞങ്ങളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. അതൊക്കെ ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണുനീര് ഉടുപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ, എപ്പോൾ എവിടെ വെച്ചാൽ മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ളൊരു മരണം തരണേ അല്ലാ. ഇതുപോലൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവന്. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബ്. കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഈ 12 മണി കഴിഞ്ഞിട്ടും ഈ സദസ്സിലിരുന്ന ഈ വാപ്പമാർക്ക് എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവൻ. ഈ സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജോലിയും നല്ല ഇണയെയും നൽകണേ തമ്പുരാൻ. അല്ലാ, എൻ്റെ പടച്ചവനെ, ഈ വിദ്യാർത്ഥികൾ അള്ളാഹുവെ, നീ ഇവരെയൊക്കെ ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പരീക്ഷയൊക്കെ വരുന്നു, എല്ലാവർക്കും നല്ല വിജയവും നല്ല ഭാവിയും നൽകണേ തമ്പുരാൻ. അല്ലാ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹുവെ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ പടച്ചോനെ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ, ഈ പരിപാടിക്ക് സ്ഥലം കൊടുത്തവർ, സൗകര്യം ചെയ്തവർ, ആരെല്ലാം സഹായിച്ചു, ആണുങ്ങളും പെണ്ണുങ്ങളുമായി എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടം മാറ്റണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്ത പാപങ്ങളല്ലാ നീ കരുണ കാണിക്കണേ റഹ്മാനെ. എന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന സഹോദരൻ അല്ലാ, ആ പാപത്തിൻ്റെ മുഖത്ത് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ആ സഹോദരിക്ക് പടച്ചവനെ നീ സമാധാനം നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അള്ളാഹുവെ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ അല്ലാ. അല്ലാ, നീ എന്തൊക്കെ നിഅമത്ത് നൽകിയോ അത് മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരണേ അല്ലാ. അള്ളാഹുവെ, നീ നൽകിയതിൽ മുഴുവനും നീ ബറക്കത്ത് നൽകണേ തമ്പുരാൻ.
അള്ളാഹുവേ എൻ്റെ പ്രിയ സുഹൃത്ത് ഷഹീർ ഉസ്താദ്, അള്ളാഹുവേ പടച്ചവനെ ആ സാധുവിന് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിൻ്റെ ഉമ്മ, അള്ളാഹുവേ പടച്ചവനെ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പടച്ചവനെ. സഹോദരിയുടെ സഹോദരിക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ സുൽഫി എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ മണ്ണാർക്കാടുള്ള സുലൈമാൻ എന്ന സഹോദരൻ തൻ്റെ പൊന്നുമോൻ അള്ളാഹു മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. അള്ളാഹുവെ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അള്ളാഹ് രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹുവേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ നീ ഇസ്സത്ത് നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ അള്ളാഹുവെ ഈ അഹങ്കാരികൾക്ക് നീ പാഠം പഠിപ്പിക്കണേ തമ്പുരാന്. അള്ളാഹുവെ എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഇവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നീ പേടി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഈ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാൻ. അള്ളാഹുവെ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. ഇവിടെ ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാട കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവെ എൻ്റെ ഭാര്യയെ നീ സാലിഹത്തായ ഭാര്യയാക്കണേ തമ്പുരാൻ. എൻ്റെ മക്കൾ രണ്ടുപേരും രോഗങ്ങളൊക്കെ മാറ്റണേ തമ്പുരാനെ. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ നീ പുറത്തു വരണേ തമ്പുരാനെ. അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഇബാദത്തിന് തടസ്സം വരുത്തുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ എനിക്ക് നീയല്ലാതെ ആരുമില്ല, നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ് അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. ഒരു മുതഅല്ലിമിനുണ്ടാകേണ്ട സിഫത്തുകൾ നൽകണേ റഹ്മാനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ 40-40 പേരോളം അള്ളാഹുവെ നീ ഒരാളെയും മറക്കല്ലേ പടച്ചവനെ. മരിക്കുന്ന സമയത്ത് നീ അവർക്ക് ഇതിൻ്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. അള്ളാഹുവെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ സഹോദരിമാർ ഞങ്ങളുടെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിൻ്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക. സദഖ കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞവരൊക്കെ കഴിയുമെങ്കിൽ പേര് കൊടുക്കുക. ഇനിയും അല്ലാഹു കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.